ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ ബിരിയാണി പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ സിമ്പിളാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ ചോറ് തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 വലിയ പച്ചമുളക് ഇതൊക്കെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ 3ഓ 4ഓ ചേർത്ത് കൊടുക്കാം. സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ്മെല്ലൊന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിരിക്കുന്ന 2 തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അടച്ചു വെച്ചുകൊണ്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള ചെറിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വലിയ ചെമ്മീനൊക്കെയാണ് ചെമ്മീൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ വലിയ ചെമ്മീനൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ചെമ്മീൻ അങ്ങനെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വേവിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3ഓ 4ഓ ടേബിൾ സ്പൂണൊക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മസാലയും റൈസും കൂടെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മസാലയിലേക്ക് റൈസ് ചേർത്തിട്ടാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തു. ഒട്ടും വെള്ളമില്ലാതെയാണ് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് റൈസിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരമണിക്കൂർ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം എടുത്താൽ മതിയാവും. ഏതൊരു ഗ്ലാസ്സിലാണോ കപ്പിലാണോ റൈസ് അളന്നെടുക്കുന്നത് അത് തന്നെ വെള്ളം അളക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1ഓ 2ഓ ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം. ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. ഈ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് റൈസ് കുക്കായി വരട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ ബിരിയാണി പോലെയല്ല, അതിലും കുറച്ചുകൂടി ഒന്ന് സ്പൈസിയാണ്. കാരണം ഈ മസാലയിലാണല്ലോ റൈസൊക്കെ വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ള റൈസ് റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.